ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. നിങ്ങളതെല്ലാം നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ് 2 മൈ ബോഡി. നമ്മളുടെ ശരീരത്തിലുള്ള പാർട്സുകളെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ നമുക്കിപ്പോൾ പഠിക്കാം. ഹിയർ വി വിൽ ലേൺ അബൌട്ട് പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ പാർട്ടുകൾ എന്തൊക്കെയാണെന്ന്. ദിസ് ഈസ് ജിം. ആ ചിത്രത്തിൽ കാണുന്ന കുട്ടിയുടെ പേരെന്താണ്? ജിം. ജിമ്മിന്റെ ഇതെന്താ പറയാ? ഇത് ഹെയർ. എന്താണ്? ഹെയർ. ഇതോ? ഇയർ. മൗത്ത്. ഇത് നെക്ക്. നോസ്. ഐ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ്, നന്നായി പഠിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ പിക്ചർ നോക്കൂ. ജിം ഹാസ് 1 മൗത്ത്. ജിമ്മിന് എത്ര മൗത്താണുള്ളത്? എത്ര വായ ഉള്ളത്? ഒരെണ്ണം. 1 മൗത്ത്. ജിം ഹാസ് എത്ര നോസ് ഉള്ളത്? 1 നോസ്. പിന്നെ ജിമ്മിന് എത്ര ചെവിയാ ഉള്ളത്? 2. ജിം ഹാസ് 2 ഇയേഴ്സ്. ഇനി ജിമ്മിന് എത്രയാ കണ്ണുള്ളത് നോക്കൂ. ജിം ഹാസ് 2 ഐസ്. ജിമ്മിന് തല 2 എണ്ണമാണോ? ഹെഡ് 2 എണ്ണമാണോ? അല്ല. ജിമ്മിന്റെ ഹെഡ് 1. ജിം ഹാസ് 1 ഹെഡ്. പിന്നെയോ ജിം ഹാസ് 1 നെക്ക്. ഓക്കെ. ഇനി അടുത്ത പേജ് നോക്കൂ. പേജ് നമ്പർ 61. ഷോൾഡർ. ഇവിടെ എന്താ പറയാ? ഷോൾഡർ. കൈ. ഇനി എന്താ പറയാ? ഹാൻഡ്. വിരലുകളിന് എന്താ പറയാ? ഫിംഗേഴ്സ്. വയറ് സ്റ്റൊമക്. കാലോ? ലെഗ്. വിരലുകൾക്ക് എന്താ പറയാ? ടോസ്. ഇനി നിങ്ങൾ തന്നെ പറയും. നിങ്ങൾക്ക് എത്ര ഹാൻഡാ ഉള്ളത്? 2 ഹാൻഡ്സ്. ഐ ഹാവ് 2 ഹാൻഡ്സ്. എത്രയാണ്? 2 ഹാൻഡ്സ്. ഐ ഹാവ് 2 ലെഗ്സ്. നിങ്ങൾക്ക് എത്രയാണ്? പറയൂ നോക്കട്ടെ. 2 ലെഗ്സ്. ഐ ഹാവ് എത്ര ടോസ് ആണുള്ളത്? 10. എത്ര ടോസ് ഉള്ളത്? 10. I have 10 fingers. എത്രയാണ്? 10 fingers. I have 2 shoulders. I have 1 stomach. Okay? ഇതെല്ലാം eye, nose, neck, hair, ear, mouth, shoulder, hand, fingers, stomach, leg, toes. ഇതെല്ലാം നിങ്ങൾ എഴുതി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ 64 പേജ് നമ്പർ 64ലുള്ള ഇതെല്ലാം ഫില്ല് ചെയ്യുക. 64, 65 ഇതെല്ലാം നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. ഇനി വാട്ട് ഡു യു ഡു വിത്ത് യുവർ ഹാൻഡ്സ്? നിങ്ങൾ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ്? ടു ഡ്രോ. എഴുതാൻ ഉപയോഗിക്കുന്നു. ടു റൈറ്റ്. വരയ്ക്കാൻ, എഴുതാൻ. ഈറ്റ്. കഴിക്കാൻ. ത്രോ. അങ്ങനെ എറിയാൻ. ഹോൾഡ്. സാധനങ്ങൾ പിടിക്കാൻ. ഗീവ്. എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഐ യൂസ് മൈ ഹാൻഡ്സ് ടു ഡ്രോ. ഡ്രോ പറഞ്ഞാൽ വരയ്ക്കുക. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. അപ്പോൾ ഡ്രോ, റൈറ്റ്, ഈറ്റ്, ത്രോ, ഹോൾഡ്, ഗീവ്. പിന്നെ വാട്ട് ഡു യു ഡു വിത്ത് യുവർ ലെഗ്സ്? നിങ്ങൾ നിങ്ങളുടെ കാല് ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യും? വാക്ക്. നടക്കാൻ നമ്മളുടെ കാലാണ് യൂസ് ചെയ്യുക. റൺ. ഓടാൻ. കിക്ക്. കാലുകൊണ്ട് ബോളൊക്കെ ഇങ്ങനെ തട്ടാൻ. ജംപ്. ചാടാൻ. പിന്നെ ഹോപ്പ് പറഞ്ഞാൽ 2 കാലും മുട്ട് മടക്കിയിട്ട് ചാടില്ലേ, അതിനെയാണ് പറയുക. പിന്നെ സ്കിപ്പ്. കയർ കൊണ്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ചാടുക. ഓക്കെ. ഐ യൂസ് മൈ ലെഗ്സ് ടു വാക്ക്, റൺ, കിക്ക്, ജംപ്, ഹോപ്പ്, സ്കിപ്പ്. അത്രയും കാര്യങ്ങളാണ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യാൻ അറിയോ? നിങ്ങൾ ടച്ച് യുവർ ഹെഡ് ആൻഡ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ടച്ച് യുവർ ഹെഡ് ആൻഡ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. അതേപോലെ touch your nose and clap your hands. അതുപോലെ touch your eyes and clap your hands. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ഓരോന്നും ഇങ്ങനെ ചെയ്ത് ചേച്ചിക്കോ അച്ഛനോ അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുക. ഓക്കെ. പിന്നെ 64ഉം 65, 66 ഈ പേജ് നിങ്ങൾ സ്വയം ചെയ്യുക കേട്ടോ.